വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ അവരുടെ ലാബുകളിൽ ആത്മപരിശോധന നടത്തുകയും രോഗനിർണയം നടത്തി മരുന്നും ഗുളികയുമൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണല്ലോ ഇപ്പോൾ. പലതരം ആത്മപരിശോധനാ ഫലങ്ങളുമായി നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വർഗീയ വൈറസുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ പറ്റിയ പോരായ്മയാണ് കോൺഗ്രസിന് പറ്റിയ അവശതയ്ക്ക് ഒരു കാരണമെന്ന് പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഇപ്പോൾ എഡ്ജ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ഞങ്ങളുടെ UDFന്റെ ഭാഗത്തു നിന്നുള്ള ചില വീക്ക്നെസ്സുകളാണ്. അതായത് ഈ സംഘടനാ ദൗർബല്യങ്ങളാണ്. ഭംഗിയായി സംസാരിക്കുന്നല്ലോ. ആ സംഘടനാ ദൗർബല്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അതാണോ സംഗതി, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നേ. മറ്റ് ചില രോഗകാരണങ്ങൾ കൂടി. ഹസൻ അങ്ങനെ പറഞ്ഞ് സംശയം ഉണ്ടാക്കി വെച്ച് പോയത് ശരിയായില്ല. ഹസനത്തെ പരിശോധിക്കണമായിരുന്നു. ഇവിടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ലിസ്റ്റ് കൊടുക്കുമായിരുന്നു, ലിസ്റ്റ് പരിശോധിക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ആ സംശയം അങ്ങ് ദൂരീകരിക്കാമായിരുന്നു. അതിന് പകരം സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും എന്ന് പറയുന്നത് അതൊരു സന്ദേശം, അതൊരു സംശയം ബാക്കി വെച്ച പ്രസ്താവനയാണ്. അതിനൊക്കെ അതിൽ അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വിവേകം എന്ന് പറയുന്ന സാധനം ഇല്ല. അത് വികാരം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. എന്നോട് കളിക്കണ്ട. കെ സുധാകരൻ ഒന്ന് വിരൽ ചൂണ്ടിയാൽ കണ്ണൂർ മൊത്തം വിറക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. വെരി ഗുഡ്. ഇത്രയും ബുദ്ധിയുള്ള നിങ്ങൾ എന്നേ ടോപ്പിലേക്ക് വരേണ്ടതായിരുന്നു. ഇന്ന് അദ്ദേഹം നിർത്തിയ റിജിൽ മാക്കുറ്റി, അതുപോലെ തന്നെ കല്ലിക്കോടൻ രാഗേഷ്, ടി ജയകൃഷ്ണൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരും പെട്ടിതൂക്കികളും ഉൾപ്പെടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം അനുഭവിച്ചിട്ടും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആർക്കാണ് ബുദ്ധിഭ്രമം എന്ന് അദ്ദേഹം തന്നെ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ട സമയമാണ്. അദ്ദേഹം ചിന്തിക്കട്ടെ. നടന്ന സത്യങ്ങൾ അറിയാതെയാണ് നീ സംസാരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 2001 അദ്ദേഹത്തിന് ഞാൻ പുരക്ക് ചാഞ്ഞ മരമാണ്, ഇത് മുറിച്ചു നീക്കണമെന്നുള്ള ചിലപ്പോൾ ഒരു ചിന്ത വന്നപ്പോഴാണ് കൂക്കിരി ജനു എന്ന് പറയുന്ന താഴെ ചൊവ്വയിലുള്ള ക്രിമിനൽ ഉൾപ്പെടെയുള്ളവരെ അയച്ച് എൻ്റെ കാലും കൈയും വെട്ടി പള്ളിക്കുന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ആ കൂക്കിരി ജനുവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൂട്ടി നടക്കുന്നത് കെ സുധാകരൻ. അപ്പോൾ CPM-ഉമായി ഒരു ധാരണയുമില്ല. ഒരു CPM നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചിട്ടില്ല. അത്തരത്തിലൊരു ധാരണയുടെ പുറത്തുമല്ല. അതോടൊപ്പം എൻ്റെ പള്ളിക്കുന്നിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ തീരുമാനവും എൻ്റെ തീരുമാനവും അനുസരിച്ചാണ് LDFന് വോട്ട് ചെയ്തത്. നിന്നെപ്പോലുള്ളവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടവനാണ് ഞാൻ. അത് നീയും മറക്കണ്ട. അവിഹിതമായ മാർഗങ്ങൾ സ്വീകരിച്ച് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം അല്ലേ നടത്തിയത്? കുതിരക്കച്ചവടം നടത്തിയിട്ടുള്ളത്. പാർട്ടിയെ അദ്ദേഹം വഞ്ചിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്തു പറയുന്നു ഏത് പറയുന്നു എന്നുള്ളതൊന്നും ഇനി പ്രസക്തമല്ല. ആ ഒരു പ്രശ്നം ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഏത് സാഹചര്യത്തിലാണ് KPC പ്രസിഡന്റ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് എനിക്കറിയില്ല. മൊത്തമായ അവലോകനം നടക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം KPC പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ പിറകിൽ പലരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും മത്സരിപ്പിക്കാൻ സാധിക്കുമോ? എല്ലാം ഒരു സെൻട്രലൈസ്ഡ് വർക്കാണ്, പേരലായ ഒരു സെൻട്രലൈസ്ഡ് വർക്കാണ് നടന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതൊക്കെ അതാത് സ്ഥലത്തെ നേതാക്കന്മാർ അവരാലോചിച്ചെടുക്കുന്ന തീരുമാനം. അതിന് പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിൻ്റെതുണ്ടാകും. അതിനകത്ത് യുക്തമായ തീരുമാനം അതാത് തലത്തിലായി എടുക്കുന്നത്. ബാർ കോഴ കൊണ്ടുള്ള മുറിവുമായി കേരള കോൺഗ്രസും ചില വിലയിരുത്തലുകളും വിലപേശലുകളുമൊക്കെയായി രംഗത്തുണ്ട്. വെള്ളാപ്പള്ളി കേരളത്തിലെ ഒരു വലിയ സമുദായ നേതാവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. അദ്ദേഹം സമത്വത്തിന് വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ്. വലിയൊരു കാര്യമാണ്. നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാ. നിയമത്തിന്റെ മുമ്പിലുള്ള സമത്വം. ബാബു, ശിവകുമാർ, രമേശ് ചെന്നിത്തല തുല്യമായ തുല്യനീതി. ഇത്ര രൂപ വാങ്ങി എന്ന് ബിജു രമേശ് TV കൂടെ പറയുകയും പത്രത്തിൽ വരികയും ചെയ്തു. തുല്യ സംരക്ഷണ. അതിൽ മാണിയുടേത് മാത്രം അന്വേഷിച്ചു. തുല്യമായ തുല്യനീതി, തുല്യ സംരക്ഷണ. നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത് തുല്യനീതി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. മാണിക്കെതിരായി ക്വിക്ക് വെരിഫിക്കേഷൻ കേസിൽ പറഞ്ഞിട്ടുണ്ടോ? മാണിക്ക് മാത്രമേ അത് ബാധകമാകൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? തുല്യ നിയമ സംരക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതെവിടെയെങ്കിലും പാടിയാൽ
ജനാധിപത്യത്തിന്റെ അപജയമാണ്. ബാബുവിനെതിരായ അന്വേഷണം നടന്നാൽ ഈ വാങ്ങിച്ച പണത്തിന്റെ പങ്ക് എവിടെയൊക്കെ എത്തിയെന്ന് പറയാൻ കഴിയുന്നയാൾ ബാബുവാണ്. വലിയ കാര്യമാണ്, നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാ. ശരീരത്തിൽ മുറിവേൽക്കുന്നത് പോലല്ല മനസ്സിന് മുറിവേൽക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധിച്ച ബാലകൃഷ്ണപിള്ള സാറും ഗണേശനും അണുവിമുക്ത മേഖല തിരക്കി ഇതിനകം പൊയ്ക്കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പോലും ഇരിക്കാൻ പോകുന്നില്ല ഇന്നത്തെ ഈ പോക്ക് പോയാൽ. നിലവിൽ ഒരു പെരുമാറ്റ സംഹിതയുണ്ടെങ്കിലും മുന്നണികളിലെ കക്ഷികൾ തമ്മിൽ സൗഹൃദ മത്സരം നടത്തിയതിനെ ജനം വ്യാഖ്യാനിച്ചത് അനൈക്യമെന്നാണ്. പൂർണ്ണമായും ഒരു പാർട്ടിയും ഒന്നിനും സംതൃപ്തമല്ലല്ലോ. ഞങ്ങൾക്ക് കുറച്ച് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനകത്തെ മുഖ്യമന്ത്രിയുടെ നേതൃമാറ്റത്തെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ, സംസാരിക്കുമോ? അങ്ങനെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട കാര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് UDF പ്രതീക്ഷ വിജയം ഉണ്ടായിട്ടില്ല. അതൊരു പ്രശ്നമേ അല്ലല്ലോ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലായിലെ വിജയം അത്യുജ്വലമായ വിജയമാണ് പാലായിൽ ലഭിച്ചിട്ടുള്ളത്. അതൊരു പ്രശ്നമേ അല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിലെ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലല്ലോ. മുഖ്യമന്ത്രി അല്ലല്ലോ എല്ലാ ജില്ലാ പഞ്ചായത്തുകളും ഭരിച്ചത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കേന്ദ്രീകൃതമായിട്ട് അവിടെ തുടരണമോ വേണ്ടയോ എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ നിന്ന് കിട്ടുകയില്ലല്ലോ. അതിന് കാരണങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. ഏതായാലും പാലായെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ബാർക്കോഴയുടെ വിജയ കാര്യം ചില ആളുകൾ പൊക്കിപ്പിടിക്കുന്നുണ്ട്. ബാർക്കോഴ ബാധിച്ചിരുന്നെങ്കിൽ പാലായിലല്ലേ ബാധിക്കേണ്ടത്? പരസ്പരം കാലുവാരുന്നതിനെ സൗഹൃദക്കളിയാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതൊക്കെ നല്ലത് തന്നെ. നാടകമേ ഉലകം, നാടകമേ ഉലകം. ஒருவன் முதலாளி, உலகில் மற்றவன் தொழிலாளி, விதியை நினைப்பவன் ஏமாளி, அதை வென்று முடிப்பவன் அறிவாளி. ஒருவன் முதலாளி, உலகில் மற்றவன் தொழிலாளി, വിധിയെ നിனைப்பവൻ ഏമാളി, அதை വെன்று முடிப்பவன் അറിവാളി. കാസർഗോഡ് നിന്നും ശംഖുമുഖത്തെത്തുമ്പോഴേക്കും മിസ്റ്റർ നടേശന്റെ രോഗം മൂർച്ഛിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട VS പറയുന്നത്. നടേശൻ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ നല്ല വെള്ള ഡ്രസ്സും ഡബിൾ വേഷ്ടിയും ധരിച്ച് കഴുത്തിൽ RSSകാരുടെ സാൽവയാണ് ധരിച്ചുകൊണ്ട് ആരംഭിച്ചത്. അതിങ്ങ് ആറ്റിങ്ങലെത്തുമ്പോഴേക്ക് മിസ്റ്റർ നടേശന്റെ രൂപം നിക്കറും വെള്ള ഉടുപ്പുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എനിക്കാണെങ്കിൽ വലിയ നിക്കറും അദ്ദേഹം തരും പറഞ്ഞിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ പഴയകാല കാര്യങ്ങളെല്ലാം തൊഴിലെല്ലാം അദ്ദേഹം ഈ വയസ്സാം കാലത്ത് ഓർത്തത് നന്നായി. ശംഖുമുഖത്ത് വന്ന് മുന്നോട്ട് നീങ്ങി ജലസമാധിയിലെത്തുമ്പോൾ ശംഖുമുഖത്തിന്റെ പടിഞ്ഞാറ് വശം ആരാണെന്ന് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ട. ഇപ്പൊ അദ്ദേഹം ഞങ്ങൾ ജന്മശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജലസമാധിയിലേക്ക് ആര് പൊള്ളിയ കുരങ്ങന്റെ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നമ്മളെ വെട്ടി നമ്മുടെ കൂട്ടായ്മ തകർക്കുവാൻ വിമർശിക്കുന്ന ഒരു കുരങ്ങന്റെ ശൈലിയാണ് ഇന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് കാണുന്നത്. ഇത് ഈ സമൂഹത്തെ ഇപ്പോൾ ഒരുമിപ്പിക്കേണ്ട സന്ദർഭത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഈ ജാഥ ഉപകരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇടതുപക്ഷം വളഞ്ഞിട്ട് എന്നെ വേട്ടയാടുന്നു. അപ്പോൾ ഒട്ടും പറയാതെ ഉമ്മൻചാണ്ടിയും തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു നല്ല വ്യവസ്ഥയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, അതിൻ്റെ പേരിൽ വിഭാഗീയത വളർത്തുന്ന ഒരു സാഹചര്യം അത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ?
ഇത് അനീതിയാണ്, അക്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതി നിഷേധമാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടി പറയുമ്പോൾ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയാണ്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് വേണ്ട സംരക്ഷണവും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട മുഖ്യമന്ത്രി ഞങ്ങളെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് പറയുന്നതിന് ശരിയാണോ? അമ്മുഞ്ഞനെ പറ്റി പറയുന്ന പോലെ കുഞ്ഞലക്ഷ്മിക്ക് ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ അത് ഞമ്മളാ. ഗൗരിക്കുട്ടി ആനയാ, അത് ഞമ്മളാ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ ഉമ്മ നിങ്ങൾ സമാനമായി VS പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശത്രുത മനസ്സിലൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ വാളെടുത്ത് വെട്ടി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രമോഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഉറക്കിക്കിടത്തിയിരുന്ന അച്യുതാനന്ദൻ ഇപ്പോൾ നിവർന്ന് ഇത് പാർട്ടിയിൽ ഒന്നാമനായി നിൽക്കാൻ കാരണം നമ്മുടെ എല്ലാം ഈ കൂട്ടായ്മ കാണുമ്പോൾ ഇവരെല്ലാം ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ VSനെ കാണാനാണ് ആള് കൂടുന്നതെന്ന പൊതു സംസാരത്തെ പിണറായി വിഷക്കുരൻ ഇപ്പോഴും പൂർണ്ണമായി സമ്മതിച്ചു കൊടുത്തിട്ടില്ല. നിലവിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ശ്രമത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പു തരാം, ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നേതാവുണ്ടാകും, യാതൊരു സംശയം. ജനതാദൾ യു ടോണിക് ഉൾപ്പെടെയുള്ള ചിലതരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കോടിയേരി സാർ പറയുന്നു. ഈ മുന്നണിയുടെ കൂടെ നിൽക്കാൻ എങ്ങനെ ജനതാദൾ യുവിന് സാധിക്കും? രാഷ്ട്രീയ നിലപാടെടുക്കാൻ ആർജവം കാണിക്കണം. ആ രാഷ്ട്രീയ നിലപാടെടുക്കാൻ ആർജവം കാണിച്ച് UDF വിട്ട് പുറത്തു വരാനാണ് അവർ തയ്യാറാകേണ്ടത്. അതല്ല ഇനിയും ഫെബ്രുവരി മാസം വരെ കിട്ടേണ്ടതൊക്കെ വാങ്ങുക, എന്നിട്ട് അവസാനത്തെ ഈർക്കിലും വലിച്ചെടുത്ത് വരാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ അങ്ങനെ ആരും സ്വീകരിക്കുന്ന സ്ഥിതി ആ ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് കരുതാൻ പാടില്ല. കോൺഗ്രസ് ഒരു കാലത്തും പരാജയപ്പെട്ടതായി പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതെല്ലാം വെറും ടെക്നിക്കൽ കറക്ഷനായിട്ട് കാണാനാണ് ഉമ്മച്ചന് ഇഷ്ടം. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ യഥാസമയം പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ഗവൺമെൻറ് തലത്തിലും സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിനൊന്നും സ്വാധീനിക്കത്തില്ല. ഇതും ആർക്കോഴയും സോളാറും ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ അരുക്കര ഇലക്ഷൻ ഉണ്ടായത്. UDF സ്ഥാനാർത്ഥി പാട്ടും പാടി ജയിച്ചില്ലേ? മന്ദബുദ്ധികൾക്കും ചന്ദനത്തളം തണുക്കും സുന്ദരമാം അനുഭൂതിയല്ലോ. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അവസാന നാളുകളിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് ഉണ്ടാകാത്തതിൽ വിഷമമുണ്ട്, പക്ഷേ ഷോക്കൊന്നുമില്ല. ഈ അവസരം പരസ്പരം പഴിചാരാനുള്ള അവസരമല്ല. പരിശോധനകളും പഠനവും ഉണ്ടാകേണ്ടത് UDFനുള്ളിലും പാർട്ടികൾക്കുള്ളിലുമാണ്. പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ഗവൺമെൻറ് തലത്തിലും സ്വീകരിക്കും. തൊലിപ്പുറത്തെ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വ്രണിതഹൃദയരായ ഘടകകക്ഷികൾ മുറിവുണക്കാനുള്ള ഫലപ്രദമായ ചികിത്സകൾ തേടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തുല്യ സംരക്ഷണം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം. അത് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ ഒന്ന് പരിശോധിക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര നീതി കിട്ടിയില്ല പ്രാദേശികമായിട്ട്. അതാണ് എൻ്റെ പ്രധാന കാര്യം. ഇവിടെ നിന്നൊക്കെ തീരുമാനങ്ങൾ പറഞ്ഞെങ്കിലും പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ വേണ്ടത്ര രീതിയിൽ കൈക്കൊണ്ടില്ലെന്നാണ് എല്ലാവരും. ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നടക്കട്ടെ, ഏത് തരത്തിലുള്ള അന്വേഷണം, അത് വിജിലൻസ് ആണെങ്കിൽ വിജിലൻസ്, അതല്ല മറ്റ് പരാതിക്കാർക്ക് ഏത് അപ്രോപ്രിയേറ്റ് ഏജൻസിയെ വേണമെങ്കിലും സമീപിക്കാവുന്നതാണ്. പക്ഷെ പല സ്ഥലത്തും നടപ്പിലായില്ല. ഉമ്മച്ചന്റെ സ്ഥിതിയാണ് കൂടുതൽ ശോചനീയം. കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചും സന്തോഷിപ്പിച്ചും നിൽക്കുന്നതിൽ ബദ്ധശ്രദ്ധാലുവാണ് അദ്ദേഹം. ഭരണത്തിന് വേണ്ടി പാർട്ടിയുടെ അച്ചടക്കം പൊട്ടിക്കണം എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അദ്ദേഹത്തെ ആരുമിനി ബദ്ധശത്രുവായി ചിത്രീകരിക്കാതിരിക്കട്ടെ. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും
ചീട്ടിനു ചട്ടം നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിനതാക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ചായവള